ഹലോ ഗായ്സ്, ഇപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഇതേപോലുള്ള LED ബൾബുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് വന്നാൽ ഇത് നമുക്ക് എങ്ങനെ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പരമാവധി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക. അപ്പോൾ ആദ്യമായി നമുക്ക് ഇതേപോലത്തെ ഒരു ഹോൾഡർ എടുക്കുക. പിന്നെ അതിലേക്ക് ഈ ബൾബ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഹോൾഡർ കറണ്ടുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്ന്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് കത്തിയൊക്കെയാണ് കാണുന്നത്. ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ഈ ബൾബ് ശരിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ലൈറ്റ് ഇടുക, എന്നിട്ട് ഇതിൻ്റെ ഈ അടപ്പങ്ങ് നമുക്ക് ഊരുക. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിപ്പിച്ചെടുത്താൽ അഴിഞ്ഞു വരുന്നതാണത്. അങ്ങ് തുറന്നെടുക്കുക. ഇനി അതിൻ്റെ ഉൾവശം ഇങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൽ ഏത് ബൾബിലാണ് ഏറ്റവും കൂടുതൽ പ്രകാശം കിട്ടാണ്ട് വരുന്നത്, ആ ബൾബ് നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം ഇതിലേക്ക് ഹോൾഡറിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ സ്വിച്ച് അങ്ങ് ഇടുക. സ്വിച്ചിട്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു വയറാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കെല്ലാം ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കണം. ഏത് ബൾബാണ് നമുക്ക് പോയതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ സൈഡുകളിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചൊക്കെ വേണം ചെയ്യാൻ. നമുക്ക് ഷോക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സ്വന്തം റിസ്കിൽ ചെയ്യുക. പരമാവധി ചെറിയ കുഞ്ഞുങ്ങളൊന്നും ഇങ്ങനത്തെ ഇത് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഷോർട്ട് ചെയ്താണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, അപ്പോൾ ഈ ബൾബാണ് നമുക്ക് പ്രശ്നം. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ബൾബ് നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒരു അടയാളം വെക്കണം, അതേതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പം മനസ്സിലാവില്ല ഏത് ബൾബാണ് പോയതെന്ന്. അപ്പം ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുക. നമുക്ക് സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഈ ഹോൾഡറിന് അഴിച്ചെടുക്കുക. എന്നിട്ട് ഒരു ടെസ്റ്ററോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ആ ബൾബ് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ്. സൂക്ഷിച്ചൊക്കെ ചെയ്യുക. നമ്മളെ സേഫ്റ്റിയാണ് മെയിൻ. ഇതേപോലെ കുറച്ച് റിസ്ക്കൊക്കെയാണ് ഇത് ഇളക്കി മാറ്റാൻ. അപ്പോൾ നമ്മളിത് ഇളക്കി മാറ്റിയിട്ടുണ്ട്, അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് സോൾഡറിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഹോൾഡർ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. നമ്മളെ സോൾഡറിങ് തന്നെ എടുക്കണം. അതിന് സ്വിച്ച് ഓൺ ചെയ്ത് കുറച്ച് ഹീറ്റാകാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഹീറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സോൾഡറിങ് പേസ്റ്റ് തേച്ച് കൊടുക്കുക. അതിനുശേഷം ലെഡും സോൾഡറിങ്ങും എടുത്ത് നമുക്ക് ഗ്യാപ്പില്ലാത്ത വിധം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ അവിടുത്തെ ബൾബ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. നന്നായി തേച്ച് കൊടുക്കുക. ഓക്കെ, അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ആ ബൾബാണ് കടന്ന് പോയിട്ടുള്ള. ബാക്കി കുഴപ്പമില്ലാണ്ട് കത്തുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കുക. ഇനി നമുക്ക് ലൈറ്റ് ഓഫാക്കി ഈ ബൾബിൻ്റെ സ്വിച്ച് ഇട്ട് നോക്കാം. ഇപ്പം ശരിയായിട്ടുണ്ട്.
കുഴപ്പമൊന്നുമില്ല, ഫിറ്റായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് ഈ ബൾബിൻ്റെ ചിലപ്പം LED ബൾബ് ഏതെങ്കിലുമൊക്കെ ഒന്ന് ബൾബ് പോയിട്ടുണ്ടാവും. അതാണ് കത്താണ്ട് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോയ്ക്കായിട്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.